പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഊട്ടിക്കൊരു ഫീലുണ്ട് അപ്പൊ ഇനി ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങള് വീണ്ടും സ്റ്റാർട്ടാണ്. നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ ഇടുന്നതാണ് ഞങ്ങൾ പൊറാട്ടിന്റെ ആരും ഏൽപ്പിച്ചിരുന്നു. ഇത് പൊറാട്ട ഞാൻ 4 ചായ പറഞ്ഞിട്ടുള്ളൂ. എന്താ ചായ ചായ അല്ല ചേച്ചി ലിപ്റ്റന് മതിയാ നിശ ചായ മറ്റെന്താ അടുത്ത് വലിച്ചെറിഞ്ഞ ഡിസൈന് നിക്കുമ്പോ ഞാനും മജീദ് ഭായും പോയി കണ്ട് ധനൂപ് പോയി കണ്ട് യാത്ര തുടർന്നോണ്ടാണ് എന്റെ അടുത്തൊരു ഉവായി ഉണ്ട് ലക്ഷ്യമായി ഉപയോഗിക്കാത്ത ഫോണല്ലേ ഞാൻ അതിലെ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഗൈസ് ഞങ്ങള് ചായ കുടിച്ചു, വീണ്ടും തുടരാണ് യാത്ര. പിന്നെ ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ ഇടുന്നതാണ്. ഇപ്പൊ ഞങ്ങള് എവിടേക്ക് നമ്മള് പറഞ്ഞ നമ്മള് പ്ലാനിങ് ഇത് നമാസ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കാണ് നമ്മള്. വെയിലും കൊള്ളൂല. ഇതൊക്കെ നമ്മളൊരു ഊട്ടി ഫീൽ ചെയ്തപ്പോ നമുക്ക് ചൊറാറി ഇങ്ങനെ വരുമ്പോ ബാക്കി ആൾക്കാർ തട്ടിക്കൊണ്ടുപോകും. ഇല്ല നേരെ അടിക്ക് നോക്കി നല്ല മലകളെന്ന് പറഞ്ഞാ പോരാ, സാധ്യ മലകൾ പോകുന്ന റോഡ്. ഫോട്ടോ അടിച്ചാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയതാണ്. ഫോട്ടോ അടിക്കാൻ ഫോട്ടോക്കെ അടി കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു പ്ലേസ് ഉണ്ടാകുന്ന അവിടെ വീണ്ടും വണ്ടി നിർത്തുകയാണ്. സൂര്യ ഇങ്ങനെ കത്തി ഉദിച്ച് നിൽക്കുകയാണ്. റോഡ് കഴിഞ്ഞപ്പോ ഇവിടെ ഇവിടെ ഓഫാണ്. ഇവിടെ അങ്ങനെ വീഡിയോ അല്ലേ ഏതായാലും എവിടെയാണ് കൃഷി. അങ്ങനെ നമ്മൾ ഏകദേശം വേറെ ഏതോ ടൗൺ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാ സ്ഥലമേ ടൗണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ധനൂമ റോഡ് അടിപൊളിയല്ലേ. അടുത്ത ടൗണിനോട് വിട പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൗണിനോട് നല്ല മലകൾ ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇറങ്ങി എവിടേക്കോ എത്തി. വളവ് കൊണ്ടിരുന്ന പാവാന്നാണ്. ഇതാണ് എസ് വളവ്. ഇവിടെ വണ്ടി ഇങ്ങനെ നിർത്തി. സാധ്യ സ്ഥലം ഏതാ റോഡ്? നമ്മൾ പോകേണ്ട റോഡാണ് കാണുന്നത്. അതിലാണ് എത്തണം. ഈ മലൻ്റെ ബാക്ക് കൂടി ഇങ്ങനെ പോയിട്ട് അവിടെ എത്തണം. നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്, എല്ലാം ഉണ്ട്. അല്ലല്ലോ അതല്ലല്ലോ അമ്മ റോഡ്. മലൻ്റെ ബാക്ക് കൂടി അമ്മ റോഡ് അല്ലേ? ആ കിടക്കണ അമ്മ റോഡ് അവിടെ
ആയിട്ടാണ് റോഡ് എടുക്കുന്നത്. ശേഷം രണ്ടാമത്തെ മൂന്നാമത്തെ മല ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മല ഉദിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്ത് അപ്പോൾ ഞങ്ങൾ നന്നായി തന്നെ ആയ ആൾക്കാർ ഞങ്ങൾ മൂന്നാളും ബാക്കിലും ലൊക്കേഷനിൽ ചെറിയൊരു റോഡ് ലൊക്കേഷൻ ഇട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ മൂന്നാൾ ബാക്കിലും ആയി, ഒരു മൂന്നാൾ മുന്നിലും. നമ്മൾ രണ്ടാളും ബാക്കിൽ ഒരു മൂന്നാൾ മുന്നിൽ നമ്മൾ മൂന്നാൾ ബാക്കിലായി. അപ്പോൾ നമ്മളിപ്പോൾ വന്ന മാറ്റം ഇപ്പം പഴയ നമ്മളായി പഴയ സ്ട്രോങ് ഇല്ല. അപ്പോൾ ഞങ്ങളൊരു സിറ്റി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അബഹ സിറ്റി. അബഹ സിറ്റിയിലെ അൽബൈക്ക് ശരിക്കും അൽബൈക്ക് കയറിയാൽ അബഹ സിറ്റി ഫുള്ള് കാണാം. അതിന് പോലെ അങ്ങനെ ഉദ്ദേശിക്കണം. നിന്റെ മുകളിൽ കണ്ടാ ഞാൻ പഠിക്കട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞു അബഹ മസ്ജിദ് അങ്ങോട്ട് ലൊക്കേഷൻ ഇട്. ഞങ്ങൾ ഈ കൊടിമരത്തിനെ ചുറ്റിപ്പറ്റി ഞങ്ങളിങ്ങനെ കറങ്ങി കൊടുക്കുകയാണ്. വീണ്ടും ഞങ്ങൾ ചെറിയൊരു കയറ്റം കണ്ടു. ചെറുതല്ല, അത്യാവശ്യം അനീസിന് ഒരു വിധം കഴിച്ചു. അനീസ് പൊണ്ണായിട്ടാണ്. പൊണ്ണായിട്ടല്ല, കോളില്ല. ഞാനൊന്ന് ആ സ്വസ്ഥമായിട്ടൊന്ന് പുറത്ത് ഇരിങ്ങിയിരുന്നിട്ട് ഞാൻ കൂതിരകളെ കുടിച്ച് പോട്ടെ പോട്ടെ ഇതാണ് അബഹ ചുരം. അതുകൊണ്ട് ഒരു ടറഫാ കാണുക ഏറ്റവും അടിയിൽ. ഇതാണ് ആൾക്കാർ സൗദികൾക്ക് പേടില്ല ബേജാറില്ല പോകുന്നതാണ്. പോലെ അങ്ങനെ പോയിക്കോട്ടെ പോലെയാണ് പ്രസാദ ചുരം. ഇപ്പം ഞങ്ങൾ കൈലറ വലിയ ചുരമാണ് ഇപ്പോൾ ഇറങ്ങാൻ ചൂടായി മുന്നത്തെ വണ്ടിക്കാരൻ അതിലേ വലിയ വണ്ടിക്ക് പെർമിറ്റ് ഇല്ല. മുന്നിൽ പോയി രണ്ട് വണ്ടിക്കാരോ? അസാധ്യ ചുരം എന്ന് പറഞ്ഞാൽ അസാധ്യ ചുരം ഇറക്കം. മുന്നിൽ പോയി രണ്ട് വണ്ടിക്കാരോ? ഇതിലേക്ക് നമ്മളെന്തായാലും സപ്പോർട്ട് ചെയ്തു. കാരണം നമ്മളിവിടെ കുടുങ്ങിയതാണ്. തന്നെ കുത്തനെ ഇറക്കും. അതേ മരുന്നിട്ട് എത്തും, അതേ മരുന്ന്. വാണിങ്ങളെ കൊടുത്തല്ലാണ്. കരിക്കുളി മക്കളെ നമ്മള് പോലെ രണ്ട് വളവ് വളഞ്ഞപ്പോ കൊറേ താന്നൂല നമ്മള്. അങ്ങോട്ട് നോക്കി അസാധ്യ ഉത്തരാണ്. അസാധ്യ ഉത്തരാണ്. വെള്ളം വേണോ? ചൂടായി ചവിട്ടി ചവിട്ടിയില്ലേ മേത്തേക്ക് പോകും. ചൂടാറാനല്ലേ ചേട്ടാ? രണ്ട് മണിയടിക്കും കഴിഞ്ഞോ? ആശ്രമം തിന്ന് തീർത്തൊക്കെ ഒരു കിലോ ഫുള്ള് തിന്ന്. ഇത് വണ്ടി ഉണ്ടോ നോക്കണം അവിടുന്ന്. അത് സൂപ്പായി. പക്ഷെ ആയിക്കോട്ടെ വേറെ സ്ഥലം വണ്ടിയില്ല. സ്ഥലം ഒരു ബലം കിട്ടും ചെയ്തു. വണ്ടി ഒരു വിലം കിട്ടിയല്ല പോലും കയറായിട്ട് എന്നാണ് കാര്യമില്ല. ഉള്ള ആളാണ്. ഒരു ചൂടാക്കാൻ നിർത്തുകയാണ്. ഞാൻ ചൂടാറ്റാ നമ്മളൊരു 15 അടുപ്പിച്ച ചൊറച്ചുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കയറി പോണത്. മറ്റൊരു അങ്ങനെ എന്ത് തള്ളി കയറുമ്പോളേ
നട്ടാ ടയർമെന്നാ ഒച്ച വരുന്ന വലുത് അല്ലേ? റോഡ് കഴിഞ്ഞ വഴിയാണ് തോന്നിട്ടാണ് ആ വളവ്. ഇത്ര തായപ്പോ ഞങ്ങൾ എത്തിയില്ലേ? പടച്ചോനെ ഇനി എത്ര ചെല്ല കിടക്കണേ. അങ്ങനെ ആ മലന്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തി. അസുവിനാണ് ഈ തലവേദന എടുക്കി തുടങ്ങി. ഇറങ്ങി വരുന്ന സമയത്താണ് വണ്ടികളൊക്കെ ഒന്ന് തണുപ്പിച്ചാൻ വേണ്ടിയിട്ട് നല്ലൊരു പാർക്കും കുറച്ച് ഇത് നിന്നിട്ടാണെന്നാ എല്ലാം പച്ചർച്ചല്ലോ കുറച്ച് തമ്പുരാൻ വാടയോ റോഡ് കഴിഞ്ഞ വാഴയോ മണ്ടാണ് ഇഷ്ടം പോലെ സൂര്യനെ തണലിട്ടി വളവച്ചോടി കച്ചു കഴിഞ്ഞില്ലേ? ആടുകളാണ് പോണത്. ഇത് കഴിഞ്ഞല്ല ഞങ്ങളത് വളയണ്ട ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അതാണ് നമ്മൾ റൂമിൽ പോയിട്ട് പാറണി കുറിച്ച് കണ്ണത്താ ദൂരല്ല ഓട്ടാണ്. ഇപ്പോഴും അങ്ങനെ പോയോണ്ടിരിക്കുക. കണ്ണത്താ ദൂരം മരുഭൂമി കൂടി വേറെ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടാമത് വണ്ടി എടുത്തു. ഇനിയൊരു 8-9 മണി 9 മണിക്ക് എത്തും മിക്കവാറും ഇൻഷാ അല്ലാ. ഞാനെല്ലാ യാത്രയും കഴിഞ്ഞ് ലാസ്റ്റ് രാത്രി കാഴ്ചയും കണ്ട് ഞങ്ങൾ റൂമിൽ എത്താനായിക്കൊണ്ടിരിക്കുന്നത്. ആകോലി 2 ആകോലി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.